Thank and praise the Lord for this wonderful time. Very especially thank the Lord for the wonderful word that has come to us. And thank God for the wonderful worship we were all having together. I just believe that the Spirit of God does things, aligns things, put things together, especially in regard to the last song that we sang about the worship, about the crucifixion, about, can somebody read that in English as well? This morning time, the message that I want to bring to you is the blood of Jesus that speaks. The blood of Jesus that speaks. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലല്ലോ വന്നിരിക്കുന്നത്. ആ വാക്യം പറയുന്നത്, the word says, Jesus the mediator. പൗലോസ് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ പറയുന്നു, there is only one mediator between man and God, our Christ Jesus. ഏക മധ്യസ്ഥൻ, ഒരേ മധ്യസ്ഥനേ ഉള്ളൂ. മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ ഒറ്റ ഒരു മധ്യസ്ഥൻ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ക്രിസ്തുയേശു. ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുകയാണ്, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പൊ ആബേലിന്റെ രക്തം സംസാരിച്ചു. പക്ഷെ അതിനെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ രക്തം. The blood of Abel spoke. What did the blood of Abel speak? We'll go to that. But there is something better that the blood of our Savior Jesus speaks, and that's where my focus is this morning time. We know the wonderful incident and the wonderful the story that happened. Though it was not a wonderful story, it was one of those first murders that was happening here on earth. We know the story that happened in Genesis chapter 4. 2 men went for sacrifice. And they prepared the altar, they laid down things on their altar. 2 വ്യക്തികൾ യാഗത്തിനായി കടന്നുപോയി. വേദികളൊക്കെ ഒരുക്കി അവരുടെ യാഗവസ്തുക്കൾ അവരോര് അതിൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. ഒരു വേദി നോക്കിക്കഴിഞ്ഞാൽ നല്ല അനുഗ്രഹമായി നല്ല രീതിയിൽ നിറമുള്ള പച്ച, വെള്ള, പല നിറങ്ങളുള്ള ഫലം, പല നിറങ്ങളുള്ള വെജിറ്റബിൾസ് അതിൻ്റെ മേൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. കണ്ടാൽ തന്നെ ഒരു ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇറ്റ്സ് സംതിങ് വെരി അട്രാക്റ്റീവ്. Vegetable fruits of different color. It's very attractive altar. And look at the other altar. Not at all, you would just take away your you don't want to keep your eyes on that. The blood splattered all around, and it's not a good looking altar. പക്ഷെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം പ്രസാദിച്ച യാഗം ഏതായിരുന്നു. ദൈവം പ്രസാദിച്ച യാഗം ആബേലിലും അവന്റെ യാഗത്തിലും. God was pleased with Abel and the sacrifice. അപ്പൊ ആബേലിനെയും ആബേലിന്റെ യാഗത്തെയും രണ്ടിനെയും ദൈവം ആക്സെപ്റ്റ് ചെയ്യും. കൈൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവ വചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ദൈവം ആദം ഹവ്വമാർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു യാഗം എങ്ങനെ ആയിരിക്കണം, എല്ലാ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, യാഗവസ്തുവിനെ നോക്കുന്നതിന് മുമ്പേ ദൈവം നോക്കിയത് കൊണ്ടുവരുന്നവനെയാണ്. ഇന്ന് പകൽക്കാലവും ആരാധനയ്ക്കായി നമ്മൾ കടന്നു വന്നു. സ്തുതിയും സ്തോത്രവും നമുക്ക് കൊടുക്കുവാനൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ചുറ്റും നോക്കുന്നവർ കാണുമ്പോൾ എല്ലാം. പക്ഷെ ആദ്യം ദൈവം നോക്കുന്ന എവിടാ?
നമ്മുടെ ചിന്തകളെയും നിലവുകളെയും എല്ലാം ദൂരവേ ഗ്രഹിച്ച് വിവേചിച്ചറിയുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ കാലം ഇവിടെ ഉണ്ടെന്നുള്ള നല്ല ബോധ്യം എല്ലാവരുടെയും ഹൃദയങ്ങളെ ഭരിക്കുമാറാകട്ടെ. എൻ്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദിക്കണമെങ്കിൽ ആദ്യം he should be pleased with me first. Then only would he look at the praise, the worship, or the offering, or the tithe that you bring. Let me tell you, all that is secondary. Of course, that is important. But first, he looks at you. ഒരു ആരാധനയെ കഴിച്ചുള്ളൂ, പക്ഷെ അത് ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവം ആഗ്രഹിച്ച രീതിയിൽ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഹാബേൽ. There's only one worship. That's the best of worship that he offered in the presence of God, and probably that was the last of his worship, and no more after that. But we read in the heroes of faith that is mentioned in Hebrews Gospel, the book of Hebrews, chapter 11, that Abel found his name among the heroes. Among the heroes. His name is mentioned. ഇന്ന് രാവിലെ കാലം ആരാധനയ്ക്ക് വില മുടക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ദൈവത്തിന് വേണ്ടി ചെയ്തതും ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിലും എല്ലാം സഹിച്ച് ഭയവും ഭീതിയുടെ മധ്യത്തിലൊക്കെ ദൈവത്തിനെ ആരാധിക്കാൻ ഇവിടെ കടന്നു വന്നത് മറക്കുവാൻ അവൻ അനീതിയുള്ള കർത്താവല്ല. ഹല്ലേലൂയ. അതിന്റെ തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് തന്ന് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും മാനിക്കുന്ന സർവശക്തന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ ദൈവം ചെയ്തതിന്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുത്തതിന്, more than we give or we do anything, it's not in that measure that the Lord returns back. നമ്മൾ ചെയ്യുന്നതിനും കൊടുക്കുന്നതിൻ്റെ ഒക്കെ മെഷർ വെച്ച് ആ ദൈവം ഇങ്ങോട്ട് തരാൻ തുടങ്ങിയിരുന്നെങ്കിൽ it would always be very less. But he does much greater, more greater than our imagination and our thoughts. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ദൈവത്തിന്റെ നന്മകൾ, കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും വിശ്വസ്തനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, can we just praise the Lord for that? Hallelujah. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ച പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താമോ? Hallelujah. The word of God says both these men offered their sacrifices, but God was pleased with the sacrifice that Abel offered. But right after the sacrifice, there was something that happened that was not all good. Out of envy, Cain killed his brother in the field. His blood fell to the ground. Genesis chapter 4, verse 10. Can you just read that verse? And the question to Cain is, what did you do? Your brother's blood is crying out from the ground. നിന്റെ അനുജന്റെ രക്തം ഭൂമിയിൽ നിന്ന് it's crying out. അപ്പൊ നമ്മൾ ചോദിക്കും, ജീവിച്ചിരിക്കുന്ന വ്യക്തിയല്ലയോ നിലവിളിക്കുവാനും പറയുവാനും സംസാരിക്കുവാനൊക്കെ കഴിയുന്നത്? പക്ഷെ പഴയ നിയമ പ്രമാണം നമ്മൾ വായിക്കുമ്പോൾ life is in the blood. ജീവൻ എവിടാ നിലനിൽക്കുന്നത്? രക്തത്തിൽ. അപ്പം ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോടെ നിലവിളിക്കുകയാണ്. ഇറ്റ്സ് ക്രൈങ് ഔട്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഹാബേൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് he is getting attacked and he got killed. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എല്ലാം അറിഞ്ഞുകൊണ്ട്, താൻ നേരിടാൻ പോകുന്ന എന്താന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട്, തന്നെയും തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ഗെത്സെമന തോട്ടത്തിൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ സമയം അടുത്തിരിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ശിഷ്യന്മാരെ ആക്കിയിട്ട് താൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി, that's another thing. But he's praying and preparing for that time. താനും മരിച്ചു, പക്ഷെ തൻ്റെ രക്തം ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്താ സംസാരിക്കുന്നത്? അതൊരു 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. This morning time,
we can find many similarities between Abel and Jesus also. Abel was a shepherd, and that's why from his flock he could bring a sheep. Looking at Cain, many times I also think, Cain also knew clearly what should be presented as a sacrifice. But his ego and his pride was so great that he didn't want to barter his vegetables for a lamb from the flock of Abel. He said, okay, that's okay. Whatever I am, I'm going to do. തൻ്റെ അഭിമാനവും തൻ്റെ അഹംഭാവവും ഒക്കെ തനിക്കുള്ളതൊക്കെ വേണമെങ്കിൽ ആബേലിനെ കൊടുത്തിട്ട് പറയാം, ഒരു കുഞ്ഞാടിനെ ഒന്ന് എനിക്ക് യാഗം അർപ്പിക്കാൻ. പക്ഷെ അതുപോലും ചോദിക്കാൻ തൻ്റെ അഭിമാനം തന്നെ ഉള്ളത് കൊടുത്താൽ മതിയെന്ന്. Abel, Abel and Jesus, if you look, there are many similarities. Abel was a shepherd. And when you look at Jesus, Jesus said, I'm the good shepherd. I'm not just a shepherd, I'm the good shepherd. Abel offered a lamb. And about Jesus, John the Baptist said, look at the lamb that carries away the sin of the whole of mankind. There are many other similarities. Many other similarities. This morning time, let me just quickly take you to the things which the blood of Jesus speaks for us. The first thing, the blood of Jesus speaks a better message. The blood of Jesus speaks a better message. What is the blood of Jesus, blood of Abel crying out? ആബേലിന്റെ രക്തം എന്താണ് നിലവിളിക്കുന്നത്? Vengeance. For I had done nothing wrong, Lord, yet I'm getting killed. His blood is crying out and asking God for justice. The blood of Abel is crying out for vengeance, justice, and wrath. Let the wrath of God fall upon Cain. That's what the blood of Abel is crying out. But at the same place, Jesus willingly offered himself as a sacrifice. The blood of Jesus also cries out something good. The blood of Jesus says forgiveness, peace, and love is available to all. The blood of Jesus speaks a better message. This morning time, I praise and thank God for all the brothers and sisters who have been washed and cleansed by the blood of Jesus, who have found forgiveness in the name of Jesus, who believe that message. And let me tell you, I believe all of you experience the love, the joy, and the peace that comes through Jesus Christ. So first thing that I mentioned is, ആദ്യമായിട്ട് ഞാൻ ഓർപ്പിച്ചത്, ഒരു മികച്ച സന്ദേശം, ഒരു മികച്ച മെസ്സേജ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ രക്തം വിളിച്ചറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, the second thing, the blood of Jesus speaks even today. The blood of Jesus even speaks even today. ആബേലിന്റെ രക്തം കായിന്റെ മരണത്തോടെ പിന്നെ സംസാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ തൻ്റെ നീതി തനിക്ക് വേണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കായിന്റെ മരണത്തോടെ that is over. പക്ഷെ 2000 പരം വർഷം മുമ്പേ ചിന്തപ്പെട്ട പുണ്യാക രക്തം, പാപമില്ലാത്ത പുണ്യാക രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. He is speaking even today. He is speaking even better things for us today. This morning time, even as we are in the presence of God, ഇന്ന് രാവിലെ കാലം ദൈവവാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ സംസാരിക്കുന്ന ആ പുണ്യാക രക്തം. He speaks better things. He speaks even today. So the first thing that I mentioned was the blood of Jesus speaks a better message. The second thing, the blood of Jesus speaks even today. Third thing, the blood of Jesus speaks for a large number of people. For a large number of people.
Abel's cry was against his brother. ആബേലിന്റെ നിലവിളി തന്റെ സഹോദരന് എതിരായിട്ടായിരുന്നു. അവന്റെ മരണം കഴിഞ്ഞോടെ, അല്ലെ കയീന്റെ മരണം കഴിഞ്ഞോടെ ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ ഇന്നും മാനവജാതിയിൽ പാപത്തിന് അടിമകളായി കിടക്കുന്ന, പിതാവിനോട് വളരെ ദൂരത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഇന്നും തന്റെ പുണ്യാക രക്തം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ കടന്നു വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. Even today the blood of Jesus is speaking out and saying, if you are burdened and heavy laden, come to me. Come to me and I will give you rest. I will give you rest. So the blood of Jesus is speaking. The one who said, I've come so that you would have life and life in abundance. നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനുണ്ടാകും. Hallelujah. So the blood of Jesus speaks for us. The blood of Jesus speaks for all the believers. And not only just for the believers, the blood of Jesus speaks to those who are outside. If you're worried, burdened, heavy laden. രാവിലെ കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആരെങ്കിലും കഴിഞ്ഞ നാളുകളിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നെങ്കിൽ, പാപത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ, പാപത്തിന്റെ കറകൾ ജീവിതത്തിൽ ഇപ്പോഴും ശേഷിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ പുണ്യാക രക്തം ഇന്നും മതിയായതാണ്. ഹല്ലേലൂയ, ഇന്നും മതിയായതാണ്. ഇന്ന് രാവിലെ കാലം ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ദൈവമേ എന്നോട് ഒന്ന് മനസ്സലിയുമാറാകണേ. God have mercy on me. This morning time, His blood is worthy enough to cleanse you, clean you, send you back with joy, happiness and deliverance in your life. What else? The blood of Jesus speaks from a better place. ഒരു മികച്ച സ്ഥലത്തിരുന്നുകൊണ്ടാണ് താൻ നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങൾ എടുത്ത് വായിക്കുവാൻ ആഗ്രഹമുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. പക്ഷെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. We read in Genesis chapter 4 verse 10, where was the blood of Abel crying out to God from? From the ground. His blood, the blood of Abel was crying from the ground. But we read in the New Testament, especially in Paul's writing, very clearly we read and understand, Jesus sits at the right hand side of the Father. പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്ത് ചെയ്യാണ്? പക്ഷപാതം ചെയ്യാണ്. എബ്രായ ലേഖന കർത്താവ് 9-ാമത്തെ അധ്യായത്തിൽ he speaks a few things. മഹാപുരോഹിതനെ കുറിച്ച്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ മഹാപുരോഹിതനായിട്ട് ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ട് പറയുകയാണ്. ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത, മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം കടന്നു ചെല്ലുന്ന അതിവിശുദ്ധ സ്ഥലം. കുഞ്ഞാടിന്റെ രക്തത്താൽ അവിടെ കടന്നു ചെല്ലുന്നു. താൻ യാഗമർപ്പിച്ച ആ കുഞ്ഞാടിന്റെ രക്തം അവിടെ തളിക്കുന്നു, കടന്നു വരുന്നു. എബ്രായ ലേഖന കർത്താവ് അതിനെ പിക്ചറൈസ് ചെയ്തിട്ട് പറയാണ്, മഹാപുരോഹിതനും അവൻ തന്നെയായിരുന്നു, അർപ്പിച്ച യാഗവും അവൻ തന്നെയായിരുന്നു, രക്തവും അവൻ്റെ തന്നെയായിരുന്നു, തളിച്ച കൃപാസനം, എവിടെ തളിച്ചു? കൃപാസനം, അതും വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ തന്നെ ആ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ഈ ഭൂമിയിൽ കൃപാസനമുണ്ട്. പക്ഷെ വാസ്തവമായിരിക്കുന്ന കൃപാസനം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. He's speaking better things. He's speaking for your sake and my sake. Every time, my dear child of God, when the Father looks at you, He doesn't look at your identity. You are covered in the blood of Jesus. He sees the blood, and that's what your identity and my identity is. Hallelujah. When the Father looks at you and me, it is through the blood of Jesus. നമ്മളെ കാണുന്നത്, നമ്മളായിരിക്കുന്നത് പോലെ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പോലും കഴിയത്തില്ല. പക്ഷേ തൻ്റെ രക്തത്താൽ നമ്മളെ മൂടി, തൻ്റെ രക്തത്താൽ നമ്മളെ കവർ ചെയ്ത്,
പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് പുത്രൻ പറയുകയാണ്, പിതാവേ, എൻ്റെ രക്തമാണ് ഇവന് വേണ്ടി ഞാൻ ചിന്തിയത്. He's been purchased. He's been brought. He believed in me. I paid my blood for him also. He speaks from a better place. ആ കർത്താവ് തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്. Why? Because I am going to prepare a place for you. ഞാൻ കടന്നു പോകുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ, വാസസ്ഥലം ഒരുക്കുക. Not only is he there, not only is he sitting at the right hand side of the Father and speaking for us, but he is there preparing a place for us also. എത്ര പ്രത്യാശയുളവാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. He is preparing a place for all of us. He is preparing a place so that you and I, after we have run our race, after we have run our course here on earth, we be with him in the place that he has prepared for us. The last thing that I wanted to mention is Christ, the blood of Christ speaks with greater power. It speaks with greater power. ആബേലിന്റെ രക്തം സംസാരിച്ചു. അവന്റെ രക്തത്തിന്റെ നിലവിളി എത്തി. പക്ഷെ അത് കായിന്റെ മരണത്തോടെ അത് അവസാനിച്ചു. പക്ഷേ ക്രിസ്തുവിന്റെ രക്തം വളരെ ശക്തമായിട്ട് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് സ്പീക്സ് ഈവൻ ടുഡേ. എന്താ അത് ശക്തമായിട്ടെന്ന് പറയാൻ കാരണം? എന്നുവെച്ചാൽ പാപത്തിന്റെ പടിക്കുഴിയിൽ കിടന്ന ആർക്കും മനസ്സലിവും ദയയും തോന്നാതിരുന്ന അവസ്ഥ, ആ പിടിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ, ആ അന്ധകാരത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ, അതിന്റെ വില ആർക്കും മുടക്കാൻ കഴിയാതിരുന്നപ്പോൾ, when nobody was able to pay the price of that, and the enemy had all his claim upon you and me, when nobody was able to pay a ransom or the price for our deliverance, the blood of Jesus was available. It was not normal. It was so powerful. It was so valuable. Peter says that you have not been delivered and brought to Christ by gold or silver or precious material, but by the precious blood of Jesus. വെള്ളിയും പൊന്നും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാലല്ല, ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്താലാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടതെന്നാണ് പത്രോസിന് പറയാനുള്ളത്. It has power. It is valuable. This morning time, ഇന്ന് രാവിലെ കാലം ദൈവവാദപീഠത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പുണ്യാക രക്തത്തിന്റെ അടുത്ത് കടന്നു വന്ന് കഴുകൽ പ്രാപിക്കണമെങ്കിൽ കഴുകൽ പ്രാപിക്കാം. ദൈവത്തിന്റെ രക്തം, അല്ലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ രക്തം കഴുകുക മാത്രമല്ല, that's a protection upon our lives. It is a seal upon our lives. ഞാൻ പറഞ്ഞല്ലോ, ശത്രുവിന് പലപ്പോഴും കണ്ട് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അടയാളം കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് വ്യക്തിപരമായി കാണാൻ കഴിയുന്നില്ല ഓരോരുത്തരുടെ മേലുള്ള അടയാളം, പക്ഷെ അവന്റെ രക്തത്തിന്റെ അടയാളം നമ്മുടെ മേൽ വെച്ചിരിക്കുന്നെന്ന് ഹല്ലേലൂയ ശത്രുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവൻ ആർക്ക് ബിലോങ് ചെയ്യുന്നവനാണ്, whom does he belong to, ഇവൻ ആർക്കുള്ളവനാണെന്നുള്ളത് ശത്രുവിന് അറിയാം. ഇന്ന് രാവിലെ കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ ആ പുണ്യാക രക്തം അവസാന നാളിൽ വരുവാൻ പോകുന്ന ന്യായവിധി ദിവസവും സംസാരിക്കും. He will speak. തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ഐഡന്റിഫൈ ചെയ്ത ഓരോരുത്തരെ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ഭൂമിയിൽ തൻ്റെ രക്തം വേണ്ട, തൻ്റെ വിടുതൽ വേണ്ട, തൻ്റെ സാൽവേഷൻ വേണ്ട, തൻ്റെ രക്ഷ വേണ്ട എന്ന് ത്യജിച്ചു കളഞ്ഞവരെ അവർ നയിക്കപ്പെടുന്ന ഒരു നരകമുണ്ട്.
അവസാന നാളിലും തൻ്റെ രക്തം, ഹല്ലേലൂയ, or Jesus will speak on our behalf. He still lives. He still lives and sits at the right hand side of the Father. Hallelujah, hallelujah, hallelujah. ഇന്ന് രാവിലെ കാലം, hallelujah, നമ്മളെ തന്നെ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. May I request the worship team to please come forward. Hallelujah. Shall we all stand to our feet? Hallelujah. നമ്മൾ ആയിരിക്കുന്ന അതേ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് hallelujah ഒരു പാട്ടിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. Thank you, Jesus. Hallelujah.